അതായത് കൈകുത്താൻ സ്ഥലമില്ലെന്ന് ചോറപത്രത്തില് എനിക്കാണ്ടാ. ഹലോ ഗൈസ്, നമ്മളിന്ന് ബ്രോഡ്വേയിൽ പോയി. കഴിഞ്ഞ തവണ നമ്മൾ പോയായിരുന്നു, എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അത്തവണ മനസ്സിലെല്ലാം ഒറ്റയടിക്ക് പൊട്ടിച്ചു. കാരണം രണ്ടാമത് നമ്മൾ സെയിം ഐറ്റംസ് തന്നെയാണെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന മെറ്റീരിയൽസ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത്തവണ വാങ്ങിയപ്പോൾ മദ്രസയിലേക്കും കൂട്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയേക്കണേ. എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. ആദ്യം വാങ്ങിയത് ഈ ഒരു ടിഫിൻ ബോക്സ് ആണ്. ടിഫിൻ ബോക്സ് അല്ല, ലഞ്ച് ബോക്സ്. ഇത് കഴിഞ്ഞ ഞങ്ങൾ വാങ്ങിച്ചത് അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റി ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് കൂടി വേണ്ടി കാരണം ഇതുകൂടി വാങ്ങിക്കുന്നു. കഴിഞ്ഞ റേറ്റ് എത്രയാന്ന് വെച്ചാൽ 200. അതിനേക്കാളും റേറ്റ് കുറവാണ്. കഴിഞ്ഞ തവണ വാങ്ങിച്ചതും 250. ഇങ്ങനെ കണ്ടാണ് റേറ്റ് വന്നത്. ഒരു റെഡ് മുമ്പത്തെ വീഡിയോ കാണാതാരാണെങ്കിൽ പോയി കണ്ടോട്ടോ. ഇത് 185 രൂപ ആ റേറ്റ് വരുന്നത് അല്ലേ. ഇതിലൊരു കറുപ്പാട്ടം വരുന്നുണ്ട്. അതൊരു സ്റ്റീലിന്റെ മോഡൽ. ഇത് ജസ്റ്റ് 185 ഉണ്ടായുള്ളൂ കേട്ടോ. നമ്മൾ കുറെ കടകളിൽ കയറി 600, 700, 300, 800 ആ ഒരു റേറ്റ്. ഏറ്റവും കുറഞ്ഞത് അവർ പറഞ്ഞത് 380 അല്ലേ. അത് ഈ ബോക്സ് 480. അത് ഈ ഒരു പൗച്ചിന്റെ അത്രയും വരുന്ന ലഞ്ച് ബോക്സ് ആണ്. അതായത് അത് എടുക്കില്ല. പിന്നെ നമ്മൾ കറങ്ങി കുറെ കടയിൽ കയറിയതിനു ശേഷം ഇത് 185 രൂപ വാങ്ങിയത്. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് കാക്കാക്ക് വാങ്ങിയായിരുന്നു. ഇത് കുറച്ചുകൂടി വലിയൊരു മോഡലാണ് അല്ലേ. ഇച്ചിരി വലുതായതുകൊണ്ട് എനിക്കിച്ചിരി വലുത്. അതായത് കൈകുത്താൻ സ്ഥലമില്ലെന്ന് ചോറപാത്രത്തില് കൈകുത്താൻ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ നമ്മളിതേ ഇതാണ് ഇതിന്റെ മൂടിയുടെ. ഇതിന്റെ ബ്ലൂ കളർ ഉണ്ടായി. പിന്നെ ഏത് കളറായിരുന്നു? ബ്രൗൺ കളർ ഉണ്ടായി. എനിക്കിഷ്ടമായത് ബ്ലൂ കളറാണ്. ഇതിന്റെ കൂടെ ഒരു സ്പൂൺ ഉണ്ടായില്ല. ഒരു സ്പൂൺ ഉണ്ടായിട്ടോ. അത് താഴെ ഒന്ന് പൊട്ടിക്കണം. അതിന്റെ ഇടയിൽ അത് മിസ്സായിപ്പോയി. ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ കറിപ്പാത്രം വരുന്നുണ്ട്. പക്ഷെ ഇതില് കറി കാക്കാക്ക് തികയില്ല. ഇത് ഞാൻ എടുത്തോളാം. എന്റെ അച്ചിങ്ങോലത്ത അല്ലെങ്കിൽ വല്ല വെണ്ടക്കൊലത്ത ഒക്കെ ഇതില് ഒത്തോളാം. കറി വേണ്ടേ. അടുത്തത് ഈ ഒരു വാട്ടർ ബോട്ടിൽ വേണ്ട. കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് കാരണം കുഴപ്പമില്ല. അത്യാവശ്യം ഇത് പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇത് ഞാൻ കൊണ്ടുപോകും മഴയത്ത്. ചൂട് കിട്ടാനാ. ചൂടൊന്നും നിൽക്കൂല, സിംഗിൾ ലെയർ അല്ലേ. എങ്ങാനും ഇനി ആ ഒരു വാട്ടർ ബോട്ടിൽ പൊട്ടണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലോട് വാങ്ങിയിട്ടുണ്ടോ. ഇനി എന്താ പോയി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പോയിട്ടില്ല. ഇതിന് എത്രയായിരുന്നു കാക്ക? 180 അങ്ങനെ. 180 റേറ്റ്. ഇത് എത്രയായിരുന്നു? ഇത് എത്ര അത്യാവശ്യം റേറ്റ് ഉണ്ടായി? 300 സംതിങ് ആണ്. എന്നാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ലഞ്ച് ബോക്സ്. അതായത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇതൊരു കുട്ടി ഫയലാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്. കുട്ടി ഫയൽ എന്ന് പറഞ്ഞാൽ ഇത് 20 എണ്ണമല്ലേ. 20 ഫയൽസ് വരുന്നതാണ്. ഇത് സയൂന് ഇപ്പോൾ ഓരോരോ പേപ്പേഴ്സും കാര്യങ്ങളും മരുന്നായിരുന്നു. അവന് വേണ്ടി സെപ്പറേറ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടോ. അവൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചധികം ഫോട്ടോസ് ആകുമ്പോൾ വേറെ ഏതെങ്കിലും മാറ്റാമല്ലോ. അങ്ങനെ അതിന് വേണ്ടി വാങ്ങിയതാണ്. അവൻ്റെ ഐറ്റംസ് മാത്രം സൂക്ഷിക്കാം. പിന്നെ വാങ്ങിയത് 3 പൗച്ചാണ്. ഇത് ഒരെണ്ണം എനിക്കാണ്ടാ. എൻ്റെ ബാഗിൽ കുറച്ച് അധികം ഐറ്റംസ്. അതിങ്ങനെ എന്താ പറയുക, അതിലില്ലാത്ത സാധനങ്ങളില്ല. അപ്പം അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൗച്ച് വാങ്ങിയത്. ഇതിൽ രണ്ട് കള്ളിയുണ്ട്. പേപ്പറൊക്കെ പിന്നെ കണ്ടില്ലേ, കാണിക്കാൻ വേണ്ടി വെച്ചാണ്.
എനിക്കറിയില്ല റേറ്റ്. ഇതിന്റെ റേറ്റ് എത്രയെന്ന് 600 കേട്ടോ. ഇത് 3 അറിയില്ല. ഇത് അയ്യോന് തന്നെ വേണ്ടി വാങ്ങിയതാ. ഇതിന്റെ സ്കൂളിൽ നമ്മൾ വേറൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈ ഒരു സംഭവമില്ലേ കണ്ടോ, പൊളിച്ച് വെച്ചൊക്കെയാണ്. അപ്പൊ ഇത് അടയൂല. അവന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്വാളിറ്റി അത്രേ ഉള്ളു. അത് കാരണം പിന്നെ ഇതില് ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അധികം നാള് പോയില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ തൽക്കാലത്തേക്ക് അവന് ഈ പൗച്ച് വാങ്ങിച്ചു. ഒരു സ്കെയിലും ഒരു റബ്ബറും ഒരു എന്താ പറയാ ഒരു പെൻസിലും മതി. അതിന് വേണ്ടിയിട്ട് 2 പൗച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ വാങ്ങിച്ച ബുക്ക് തികഞ്ഞില്ല. അപ്പൊ അത് കാരണം അഡീഷണൽ ആയിട്ട് 4 ബുക്ക്. പിന്നൊരു ഇതാണ് മെയിനായിട്ട് ഇക്കാക്കാടെ ഉണ്ടായില്ല. ഇതിനെന്താ പറയുക? ഫൗണ്ടൻ പെൻ. ഫൗണ്ടൻ പെൻ, മഷിപ്പേന. അതെ, മഷിപ്പേനാന്നൊന്നും എനിക്കറിയാം. അതിന്റെ മഷി ഇക്കാക്ക ബ്ലാക്ക് കളർ യൂസ് ചെയ്യണേ. അപ്പൊ ബ്ലാക്ക് കളർ മഷി ഉണ്ടോന്ന് ചോദിച്ചാൽ അപ്പൊ ബ്ലാക്ക് കളർ ഇല്ല. ഇതിന് എത്ര റേറ്റ്? 30 രൂപ. അതിന് 20 രൂപ. ഇതിന് 30 രൂപയാണ്, 20 രൂപ കിട്ടി. അതെ, ഇതിന്റെ റേറ്റ് 30 രൂപയായിരുന്നു. പക്ഷെ ഇതിന്മ ജസ്റ്റ് കളേഴ്സ് ആയേക്കണം കേട്ടോ. അത് കാരണം ഇത് 20 രൂപ കിട്ടി. പിന്നെ ഒരു കീ ചെയിൻ, എൻ്റെ കയ്യിൽ കീസ് ഇടാനായിട്ടുള്ള ഒരു കീ ചെയിൻ ഉണ്ടായില്ല. അപ്പൊ അത് ഇത്. പിന്നെ എറൈസർ. പിന്നെ അടുത്തതാണ് ഇതിന്റെ തന്നെ സെയിം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടോ. ഈ കാർഡ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറുതാണ്. അതാകുമ്പോ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അത് കാരണം ഞാൻ ഇങ്ങനത്തെ കുറച്ച് മോഡൽസ് പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ചീറ്റ്. അതാകെ അവശത. ഈ സംഭവം പൊളിഞ്ഞു, ഈ സംഭവം പൊളിഞ്ഞു. അത് കാരണം ഞാൻ അതും മാറ്റിയിട്ടേക്കായിരുന്നു. ഒരു സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഹുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെക്കണം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടാണ് എൻ്റെ എന്തെങ്കിലുമൊക്കെ ഇടാൻ. എൻ്റെ ബാഗ് കൊളുത്തിടണം. മെയിൻലി എൻ്റെ ബാഗ് കൊളുത്തിടാൻ ഒരു സ്ഥലമില്ല ഇവിടെ. ഈ സ്ഥലം തന്നെ ഇല്ല. എങ്ങാനും നിലത്തിരിക്കണുണ്ട് അതിനകത്തെടുത്ത് ഒറ്റ കട്ടലിൽ ഇരിക്കണുണ്ട് അതിനകത്തെടുത്ത് ഒറ്റയാണ്. അത് കാരണം ഞാനൊരു ഉപ്പാക്കി എന്തോ ബാഗിന് എവിടെയെങ്കിലൊക്കെ ഇരിക്കണ്ടേ. പിന്നെ ഇത് എൻ്റെ കണക്ക് ബുക്കാണ് കഴിച്ച്. ഇനി ഇത് എന്റെ കണക്കുകളൊന്നും ശരിയാവുന്നില്ല. വെറുതെ മേടിക്കലോ അത്രേ ഉള്ളൂ. ഇതിന് 20 രൂപ അത്രേ റേറ്റ് ഉള്ളൂ കേട്ടോ. വെറുതെ വാങ്ങിച്ചതാണ്. എങ്ങനെ എഴുതിയാണെങ്കില കണക്കുകളൊക്കെ റെഡി ആയാലോ. ഞാൻ കൊറേ സ്റ്റിക്കേഴ്സ് വാങ്ങി. ഇത് നമ്മള് 2 പേരും വാങ്ങിയതാണ് കേട്ടോ. നേരത്തെ അല്ലല്ല, അതാണ് വാങ്ങിയത്. അതന്നെയല്ലേ വാങ്ങിയത്? ആ, ഇത് പക്ഷെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാ. ഗിഫ്റ്റ് ഒന്നും ക്യാമ്പിന്റെ. ഇത് നേരത്തെ അറിയാമെങ്കിൽ ഈ 2 ഞാൻ എടുക്കൂല. അങ്ങനെ അത് സെറ്റായി. പിന്നെ അത്രയൊക്കെ ഉള്ളു ഐറ്റംസ്. ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു പർച്ചേസിങ് ഇങ്ങനെ നീങ്ങുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പൊ ഇത്രയുള്ള ഗൈസ്, നാളെ കാണാം. ബൈ.